ഇന്ന് അഷ്ടമി രോഹിണി. ആഘോഷ നിറവിൽ ഗുരുപൗനപുരി. കണ്ണനെ കൺനിറയെ കാണാൻ ഭക്തലക്ഷങ്ങൾ ഇന്ന് ഗുരുവായൂരിലേക്ക്. കിണറുകളിൽ പെട്രോൾ കലർന്നുവെന്നാരോപിച്ച് നാട്ടുകാർ ചേർപ്പ് ചുവൂർ പെട്രോൾ പമ്പ് ഉപരോധിച്ചു. പമ്പിന് സമീപത്തെ 12 വീടുകളിലെ കിണറുകളിലാണ് പെട്രോൾ കലർന്ന് വെള്ളം ഉപയോഗശൂന്യമായത്. ചരിത്രപ്രസിദ്ധമായ വേലൂർ അർണോസ് പാതിരി ഭവനം നാശത്തിന്റെ വക്കിൽ. പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള ഭവനം സംരക്ഷിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം. ഉദ്ഘാടനം കഴിഞ്ഞ 6 മാസമായിട്ടും കടപ്പുറം ഗവൺമെന്റ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡ് തുറന്നു നൽകിയില്ല. അടഞ്ഞുകിടക്കുന്ന വാർഡിന് മുൻപിൽ റീത്ത് സമർപ്പിച്ച് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. നിർമ്മാണം പാതിവഴിയിൽ നിലച്ച മാളാപ്പൂപ്പത്തിയിലെ ഖാദി ഗ്രാമവ്യവസായ കേന്ദ്രം കാടുകയറി നശിക്കുന്നു. കരാറുകാരന് പണം കിട്ടാതായതാണ് പ്രതിസന്ധിക്ക് കാരണം. ചൊക്കന കാരിക്കടവ് പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങിമരിച്ചു. കൊടാലി സ്വദേശി നസീബാണ് മരിച്ചത്. ഗുരുവായൂർ തൊഴിയൂരിൽ വീട്ടമ്മയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുറ്റിച്ചൂർ പാലത്തിൽ നിന്നും ചാടി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. പിറന്നാൾ ദിനത്തിൽ അമ്പാടി കണ്ണനെ കാണാൻ ഗുരുപൗനപുരിയിൽ ഭക്തരുടെ വൻ തിരക്ക്. പുലർച്ചെ നിർമ്മാല്യ മുതൽ ദർശനത്തിന് പ്രത്യേക സജ്ജീകരണങ്ങളാണ് ഭക്തർക്കായി ഒരുക്കിയിട്ടുള്ളത്. തിരക്ക് കണക്കിലെടുത്ത് VIP ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ണിക്കണ്ണന്മാരും രാധികമാരും ഗോപികമാരും അണിനിരക്കുന്ന ഘോഷയാത്ര നടക്കും. ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ ഊട്ട് നൽകും. 4 ലക്ഷത്തോളം ഭക്തർക്കുള്ള പ്രസാദ ഊട്ടാണ് തയ്യാറാക്കുന്നത്. രാവിലെയും ഉച്ചയ്ക്കും ക്ഷേത്രത്തിൽ നടക്കുന്ന കാഴ്ച ശീവേലിക്ക് പെരുവനം കുട്ടന്മാരാർ, തിരുവല്ല രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയാകും. സ്വർണ്ണക്കോലത്തിന്റെ പ്രൌഢിയിലാണ് ശീവേലി എഴുന്നള്ളിപ്പ് നടക്കുക. വിശേഷാൽ പഞ്ചവാദ്യവും തായമ്പകയും ഉണ്ടാകും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. കണ്ണനെ കാണാൻ പതിവ് തെറ്റാതെ പദയാത്രയായി പാലക്കാട് എലപ്പുള്ളിയിൽ നിന്ന് 40 അംഗ സംഘം ഗുരുപൗനപുരിയിലെത്തി. അഷ്ടമി രോഹിണി നാളിൽ കണ്ണനെ തൊഴാൻ 45ാമത്തെ വർഷമാണ് ഇവരെത്തുന്നത്. ഓഗസ്റ്റ് 22-നാണ് എലപ്പുള്ളി പാറ മാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്ന് ഇവർ യാത്ര തിരിച്ചത്. 115 കിലോമീറ്ററോളം ദൂരം കാൽനടയായി സഞ്ചരിച്ചാണ് ഭക്തസംഘം ഗുരുവായൂരിലെത്തുന്നത്. വയോധികരും കുട്ടികളും അടക്കമുള്ളവർ സംഘത്തിലുണ്ട്. 10 വയസ്സുകാരനായ സിദ്ധാർത്ഥ മുതൽ 75 വയസ്സുള്ള ലക്ഷ്മി അമ്മ വരെ സംഘത്തിലുണ്ട്. ആർ കണ്ണൻ, എ പ്രദീപ്, കെ ഗണേശൻ, ശാന്താരാജൻ, എം സുമതി എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. തേനൂർ കാളിക്കാവ്, പഴയന്നൂർ ക്ഷേത്രം, തിരുവല്ലാമല ക്ഷേത്രം, പാറക്കോട്ടുകാവ് അകമല ശാസ്താക്ഷേത്രം, ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രം, ശ്രീകൃഷ്ണപുരം ക്ഷേത്രം, നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനത്തിന് ശേഷമാണ് ഗുരുവായൂരിലെത്തുന്നത്. അഷ്ടമി രോഹിണി നാളിൽ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് പിറന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്താണ് ഇവർ മടങ്ങുക. TCV ന്യൂസ്, എരുമപ്പെട്ടി. കിണറുകളിൽ പെട്രോൾ കലർന്നുവെന്നാരോപിച്ച് നാട്ടുകാർ ചുവൂർ പെട്രോൾ പമ്പ് ഉപരോധിച്ചു. പമ്പിന് സമീപത്തെ 12 വീടുകളിലെ കിണറുകളിലാണ് പെട്രോൾ കലർന്ന് വെള്ളം ഉപയോഗശൂന്യമായത്. ഈ വെള്ളത്തിൽ കുളിച്ചവർക്ക് ചൊറിച്ചിൽ അനുഭവപ്പെട്ടിരുന്നു. തുടർന്ന് നടന്ന ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ കിണറുകളിൽ പെട്രോൾ കലർന്നതായി കണ്ടെത്തി. വിഷയത്തിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ പെട്രോൾ പമ്പിലേക്ക് മാർച്ച് നടത്തിയത്. CPM ചേർപ്പ് ലോക്കൽ കമ്മിറ്റി അംഗം AV സഹദേവൻ സമരം ഉദ്ഘാടനം ചെയ്തു. PC അനീഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം വനജ സോളമൻ, PP അനീഷ്, KV വിജയൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് പോലീസിന്റെ സാന്നിധ്യത്തിൽ പമ്പ് മാനേജർമാരുമായി സമരസമിതി നേതാക്കൾ ചർച്ച നടത്തി. അടിയന്തരമായി പമ്പിലെ ചോർച്ച തടയുക, പമ്പുടമയുടെ ചെലവിൽ പ്രദേശവാസികൾക്ക് കുടിവെള്ളം എത്തിക്കുക, ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടവർക്ക് ചികിത്സ ഉറപ്പാക്കുക തുടങ്ങിയ സമരസമിതിയുടെ ആവശ്യങ്ങൾ പമ്പുടമ അംഗീകരിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ചരിത്രപ്രസിദ്ധമായ വേലൂർ അർണോസ് പാതിരി ഭവനം നാശത്തിന്റെ വക്കിൽ. പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള അർണോസ് ഭവനം സംരക്ഷിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പരാതി. ജർമ്മനിയിൽ നിന്ന് 1700-ൽ ഇന്ത്യയിലെ സൂറത്തിലും പിന്നീട് കേരളത്തിൽ വേലൂരിലുമെത്തിയ അർണോസ് പാതിരി സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ ഒട്ടനവധി സംഭാവനകളാണ് മലയാളത്തിന് നൽകിയത്. ചതുരന്ത്യം, പുത്തൻപാന, ഉമ്മാപർവം, ഉമ്മാട ദുഃഖം തുടങ്ങി അദ്ദേഹം രചിച്ച കാവ്യങ്ങൾ മലയാളത്തിന് പ്രബുദ്ധതയേകി. അദ്ദേഹം വേലൂരിൽ താമസിച്ചിരുന്ന ഭവനം ചരിത്രത്തിൽ ഇടം നേടുകയും അർണോസ് ഭവനവും അദ്ദേഹം നിർമ്മിച്ച പള്ളിയും പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ ഭവനം സംരക്ഷിക്കാൻ അധികൃതർ ഒരു നടപടിയും കൈക്കൊണ്ടില്ല. മേൽക്കൂരയുടെ ഉത്തരങ്ങൾ ഉൾപ്പെടെയുള്ള മരവുരുപ്പടികൾ ജീർണിച്ചും ചിതലരിച്ചും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി കെട്ടിടം സംരക്ഷിക്കണമെന്ന് ഫൊറോന വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി ആവശ്യപ്പെട്ടു. അർണോസ് പാതിരിയാൽ സ്ഥാപിതമായിട്ടുള്ള ഈ വേലൂർ ഇടവക പള്ളി
അർണോസ് പാതിരിയുടെ ഒരു സ്മാരകമായിട്ട് തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതിലത്തെ ഓരോ മരങ്ങളും കുറേ അത് ചെതല് പിടിച്ചിട്ട് പോവുകയാണ്. പുരാവസ്തുകാർ വന്നിട്ട് അതിനെപ്പറ്റി അന്വേഷിച്ചു, പക്ഷേ അതിൻ്റെ ഒരു ഫലം പിന്നീട് ഉണ്ടായിട്ടില്ല. അതിൻ്റെ മെയിൻ്റനൻസ് നടത്തി അതിൻ്റെ പ്രത്യേകിച്ച് ആ ബിൽഡിംഗ് സൂക്ഷിക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. ഭവനത്തിൻ്റെ ജീർണാവസ്ഥയെക്കുറിച്ച് വേലൂരിലെ ജോൺ കള്ളിയത്ത് മാസ്റ്റർ മുൻപ് പുരാവസ്തു വകുപ്പിന് പരാതി നൽകിയിരുന്നു. കോവിഡ് കാലം കഴിഞ്ഞാൽ ഉടൻ ശരിയാക്കാം എന്ന മറുപടിയാണ് ലഭിച്ചത്. എന്നാൽ ഭവനം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഇതുവരെയും അധികൃതർ തയ്യാറായിട്ടില്ല. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഉദ്ഘാടനം കഴിഞ്ഞ് മാസം 6 പിന്നിടുമ്പോഴും കടപ്പുറം ഗവൺമെന്റ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡ് തുറന്നു നൽകാത്തതിൽ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പ്രതിഷേധം. 2024 ഫെബ്രുവരി 16 തീയതിയാണ് മുഖ്യമന്ത്രി ഓൺലൈൻ വഴി കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ ഇപ്പോഴും വൈദ്യുതി, വെള്ളം മുതലായ അടിസ്ഥാന സൗകര്യങ്ങൾ കെട്ടിടത്തിലേക്ക് ലഭ്യമാക്കിയിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഉദ്ഘാടന മാമാങ്കമാണ് നടത്തിയതെന്ന് UDF മുൻപ് ആരോപിച്ചിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് ഐസൊലേഷൻ വാർഡിലെ നിലവിലെ അവസ്ഥ. ഇതിനെതിരെയാണ് യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അടഞ്ഞുകിടക്കുന്ന വാർഡിന് മുൻപിൽ റീത്ത് സമർപ്പിച്ച് പ്രതിഷേധിച്ചത്. ആവശ്യമായ ജീവനക്കാരെ നിയമിച്ച് വാർഡ് തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും യൂത്ത് ലീഗ് മുന്നറിയിപ്പ് നൽകി. മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിൽ അംഗം KR ഇസ്മയിൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PA അഷ്കർ അലി അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് TR ഇബ്രാഹിം, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറിമാരായ AH സൈനുൽ അബിദീൻ, VM മനാഫ്, വൈറ്റ് ഗാർഡ് പഞ്ചായത്ത് ക്യാപ്റ്റൻ PS ഷമീർ, യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അലി അഞ്ചങ്ങാടി, ട്രഷറർ ഷബീർ പുതിയങ്ങാടി തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണം നിലച്ച മാള പൂപ്പത്തിയിലെ കേരള ഖാദി ഗ്രാമവ്യവസായ കേന്ദ്രം കാട് കയറി നശിക്കുന്നു. കരാറുകാരന് പണം കിട്ടാതായതാണ് പ്രതിസന്ധിക്ക് കാരണം. ഖാദി നെയ്ത്ത് നൂൽപ്പ് കേന്ദ്രം ആധുനിക രീതിയിൽ സൗകര്യമൊരുക്കുന്നതിനും കൂടുതൽ പേർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് നിർമ്മാണം തുടങ്ങിയത്. VR സുനിൽകുമാർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപയുടെ പദ്ധതി 2022 ഒക്ടോബർ 22-നാണ് നിർമ്മാണം തുടങ്ങിയത്. കരാറുകാരനായ സിൽവി റോച്ച ഇതിനകം നിർമ്മാണത്തിനായി 18 ലക്ഷം രൂപയാണ് ചിലവഴിച്ചത്. ഇതിൽ 8.47 ലക്ഷം രൂപയുടെ ആദ്യ ബില്ല് നൽകിയിട്ട് 9 മാസം കഴിഞ്ഞിട്ടും അനുവദിച്ചു കിട്ടിയിട്ടില്ല. ഇനി മേൽക്കൂര കോൺക്രീറ്റിംഗും തേപ്പ്, ജനൽപാളികൾ നിർമ്മിക്കൽ എന്നിവയാണ് ശേഷിക്കുന്നത്. ആദ്യ ബില്ല് നൽകിയ ശേഷം 6 മാസം ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും ഫലമില്ലാതായപ്പോഴാണ് 3 മാസം മുൻപ് ഇനി നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് കത്ത് നൽകിയത്. ചെലവഴിച്ച പണത്തിൽ യാതൊന്നും തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ 7 മാസമായി നിർമ്മാണം നടത്തിയിരുന്നില്ല. പ്രധാന കോൺക്രീറ്റിംഗിനായി സാധന സാമഗ്രികൾ വാടകയ്ക്കെടുത്തതിന് 37,000 രൂപ കൂടി കൊടുത്താണ് നിർമ്മാണം ഉപേക്ഷിച്ചു പോയത്. പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തിയിൽ 1982 ആരംഭിച്ച ഖാദി നൂൽ നെയ്ത്തു കേന്ദ്രത്തിന്റെ പ്രതാപകാലം അവസാനിച്ചിരിക്കെയാണ് പുതിയ കെട്ടിടം നിർമ്മാണം തുടങ്ങിയത്. സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന ഈ കേന്ദ്രം പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നത് തൊഴിലാളികൾ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. TCV ന്യൂസ്, മള. ചൊക്കന കാരിക്കടവ് പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കോടാലി വലിയകത്ത് കുഞ്ഞിമോന്റെ മകൻ 26 വയസ്സുള്ള നസീബാണ് മരിച്ചത്. കാരിക്കടവിൽ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള തടയണയിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. തടയണയിലെ കോൺക്രീറ്റ് ഓവിനുള്ളിൽ കുടുങ്ങിയ യുവാവിനെ നാട്ടുകാർ ചേർന്ന് കയർ ഉപയോഗിച്ച് ഏറെ പണിപ്പെട്ടാണ് പുറത്തെടുത്തത്. വിവരമറിഞ്ഞ് പുതുക്കാട് നിന്ന് അഗ്നിരക്ഷാസേനയും വെള്ളിക്കുളങ്ങര പോലീസും സ്ഥലത്തെത്തി. സൗദി അറേബ്യയിലായിരുന്ന നസീബ് 3 ആഴ്ച മുൻപാണ് കുടുംബസമേതം നാട്ടിലെത്തിയത്. ഗുരുവായൂർ തൊടിയൂരിൽ വീട്ടമ്മയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വീട്ടിലയിൽ ഹംസക്കുട്ടിയുടെ ഭാര്യ 52 വയസ്സുള്ള റസിയയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടുമുറ്റത്തെ കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തിയ ഇവരെ പുറത്തെടുത്ത് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മുറ്റച്ചൂർ പാലത്തിൽ നിന്നും ചാടി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ചെമ്മാപ്പള്ളി തച്ചപ്പള്ളി വീട്ടിൽ പ്രഭാകരൻ മകൻ 29 വയസ്സുള്ള പ്രഭുലാലാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രിയിലാണ് ഇയാൾ പുഴയിൽ ചാടിയത്. കഴിഞ്ഞ ദിവസം തിരച്ചിലിൽ ഇയാളെ കണ്ടെത്താനായിരുന്നില്ല. ഞായറാഴ്ച രാവിലെയാണ് മണലൂർ പാലാഴി പുഴയരികിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. എരുമപ്പെട്ടിയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച കോൺഗ്രസ് നേതാവും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ MM സലീമിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് DYFI
SFI പ്രവർത്തകർ പ്രകടനം നടത്തി. കഴിഞ്ഞ ദിവസമാണ് പാഴിയോട്ടുമുറി സ്വദേശിയായ വിദ്യാർത്ഥിയെ സലീം അകാരണമായി മർദ്ദിച്ചത്. ഈ വിദ്യാർത്ഥിയും സലീമിന്റെ മകനും തമ്മിലുണ്ടായ വാക്കുതർക്കം ചോദ്യം ചെയ്യാനെത്തിയ സലീം മർദ്ദിക്കുകയായിരുന്നു. ചെവിക്കും കഴുത്തിനും ശക്തമായ വേദന അനുഭവപ്പെട്ട കുട്ടിയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. നിരന്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് സലീമെന്നും ഇയാൾക്കെതിരെ കർശനമായി നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് പറഞ്ഞു. പൊതുജനങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് വലിയ ഒരു അക്രമകാരിയായി ഈ ജനപ്രതിനിധി മാറിയിരിക്കുന്നു. ഈ ഗുണ്ടയെ സംരക്ഷിക്കുന്ന ജില്ലയിലെ കോൺഗ്രസിന്റെ ചില നേതാക്കളുണ്ട്. ആ നേതാക്കളുടെ ഒത്താശയോട് കൂടെയാണ് ഈ ഗുണ്ട ഇത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. SFI തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം AR അജയ് രാജ് അധ്യക്ഷനായി. DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് KR പ്രശാന്ത്, എരുമപ്പെട്ടി മേഖലാ പ്രസിഡന്റ് വിനീത്, CPIM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ്, SFI ജില്ലാ കമ്മിറ്റി അംഗം PS സുബില തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 2 യുവാക്കളെ കാപ്പ ചുമത്തി നാടുകടത്തി. കൊടുക്കുള്ളി സ്വദേശി കേങ്ങത്തുവീട്ടിൽ സത്യജിത്ത്, മൂർക്കനിക്കര സ്വദേശി വടക്കൂട്ടുവീട്ടിൽ ശങ്കരാടി എന്ന വിഷ്ണു ശങ്കർ എന്നിവരെയാണ് കാപ്പ നിയമപ്രകാരം നാടുകടത്തിയത്. സത്യജിത്തിന് 6 മാസത്തേക്കും വിഷ്ണു ശങ്കറിന് 1 വർഷത്തേക്കുമാണ് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയത്. കുന്നംകുളം നഗരത്തിൽ നിന്ന് 3 ഗ്രാം MDMA-യുമായി യുവാവ് അറസ്റ്റിലായി. അകലാട് സ്വദേശി അനസനെയാണ് കുന്നംകുളം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ അനൂപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം പട്ടാമ്പി റോഡിൽ വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത്. തീരദേശ മേഖല കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തുന്നുവെന്ന സംഘത്തിലെ കണ്ണിയാണ് അനസെന്ന് പോലീസ് പറഞ്ഞു. നിർമ്മാണ തൊഴിലാളിയായി അരിമ്പൂരിലെത്തിയ 20-കാരനായ ഇതര സംസ്ഥാന തൊഴിലാളി നേടിയത് മിസ്റ്റർ തൃശൂർ, മിസ്റ്റർ കേരള പട്ടങ്ങൾ. കുന്നത്തങ്ങാടിയിൽ താമസിക്കുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി സാമ്രാട്ട് ഘോഷാണ് ഈ നേട്ടങ്ങളിലൂടെ താരമായി മാറുന്നത്. അരിമ്പൂരിലേക്ക് 5 വർഷം മുൻപ് കെട്ടിടം പണിക്കായാണ് മൂർഷിദാബാദ് സ്വദേശിയായ സാമ്രാട്ട് ഘോഷ് എത്തിയത്. ജോലിക്കൊപ്പം ശരീര സൗന്ദര്യം സംരക്ഷിക്കാനും ഈ യുവാവ് നടത്തിയ കഠിന ശ്രമമാണ് ലക്ഷ്യം നേടിയത്. സ്ഥലത്തെ ജിംനേഷ്യത്തിൽ ചേർന്ന് ട്രെയിനർ അഖിലിന്റെ കീഴിലുള്ള ചിട്ടയായ പരിശീലനവും തൊഴിലിനിടയിലെ ഇടവേളകളിലെ പരിശ്രമവും വിജയകാരണമായി. കാപ്പ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിൽ 65 കിലോഗ്രാം സബ് ജൂനിയർ വിഭാഗത്തിൽ സാമ്രാട്ട് ഘോഷ് മിസ്റ്റർ തൃശൂർ, മിസ്റ്റർ കേരള പട്ടം കരസ്ഥമാക്കി. സൗത്ത് ഇന്ത്യയിൽ നടന്ന സബ് ജൂനിയർ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ സെക്കൻഡ് റണ്ണറപ്പും സാമ്രാട്ടായിരുന്നു. മിസ്റ്റർ ഇന്ത്യ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ ഈ ചെറുപ്പക്കാരൻ. കേരളത്തിൽ വന്നത് 5 വർഷമായി. പിന്നെ ടേപ്പ് പണികൾ, മാസൺ പണി ചെയ്യും. 8 മണി to 9 മണി പോകും. ജന്മനാട്ടിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ 1000 രൂപ കൂലി കിട്ടുന്നതിനാൽ ശമ്പളത്തിൽ നിന്ന് മിച്ചം വെച്ച് സമ്പാദ്യമാക്കാനും ശരീര സൗന്ദര്യം വർദ്ധിപ്പിച്ച് നേട്ടങ്ങൾ കരസ്ഥമാക്കാനുമുള്ള മോഹവുമായി തന്നെ ചേർത്ത് പിടിച്ച മലയാള മണ്ണിൽ നിന്ന് മടക്കമില്ലെന്ന തീരുമാനം ഉറപ്പിച്ചു കഴിഞ്ഞു ഈ യുവാവ്. TCV ന്യൂസ്, തൃശൂർ. നഗരസഭകളിൽ നടക്കുന്ന ഒഴിപ്പിക്കൽ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് തൃശൂർ ജില്ലാ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ AITUC ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ VK രാജൻ സ്മാരക ഹാളിൽ നടന്ന യോഗം വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ AITUC സംസ്ഥാന സെക്രട്ടറി PA ജിറാർ ഉദ്ഘാടനം ചെയ്തു. ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയ AITUC മണ്ഡലം കമ്മിറ്റി അംഗം PT ബിജുവിനെ യോഗം ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വലിയകത്ത് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി TR ബാബുരാജ്, CC വിപിൻ ചന്ദ്രൻ, PP സുഭാഷ്, M രാധാകൃഷ്ണൻ, ബാബു ചിങ്ങാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന 38ാമത് തൃശൂർ ജില്ലാ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി സാൻഡ്ര ഐറിൻ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. എരുമപ്പെട്ടി കുറ്റിക്കാട്ടിൽ റിനോൾഡ് തോമസ് ആതിര ദമ്പതികളുടെ മകളാണ്.
കവി ദേവി നെടിയുട്ടത്തിന്റെ പ്രഭാതഗീതികൾ എന്ന 2 കാവ്യസമാഹാരങ്ങളുടെ പ്രകാശനം സാഹിത്യ അക്കാദമിയിൽ എഴുത്തുകാരി ശ്രീദേവി അമ്പലപുരത്തിന് നൽകി കവി പ്രൊഫസർ ശ്രീലകം വേണുഗോപാൽ നിർവഹിച്ചു. പറവൂർ സാഹിത്യ പ്രവർത്തക സ്വാശ്രയ സംഘം മുൻ പ്രസിഡന്റ് ജോസഫ് പനിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ പ്രൊഫസർ പി എ വർഗീസ് അധ്യക്ഷത വഹിച്ചു. കവിയും അധ്യാപകനുമായ ജോയ് ചിറമൽ, എഴുത്തുകാരി മായ കൃഷ്ണൻ, മാധ്യമപ്രവർത്തകൻ CJ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടിയിലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന MC ആഗസ്തിയുടെ 5ാം അനുസ്മരണ സമ്മേളനം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ആഗസ്തിയുടെ പേരിൽ അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ അവാർഡ് കൊച്ചി സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ KS സുദർശന് മന്ത്രി സമ്മാനിച്ചു. കമ്മിറ്റി ചെയർമാൻ ജോർജ് V ഐനിക്കൽ അധ്യക്ഷനായി. സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ KK ഗീതാകുമാരി മുഖ്യാതിഥിയായി. MLA സനീഷ് കുമാർ ജോസഫ്, RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി, CFI ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ PJ മാത്യു, ചാലക്കുടി പുഴ സംരക്ഷണ സമിതി ചെയർമാൻ SP രവി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ കേന്ദ്ര കലാസമിതിയുടെ നേതൃത്വത്തിൽ പുഴയ്ക്കൽ, ഒല്ലൂർ, മണ്ണുത്തി, തൃശൂർ എന്നീ മണ്ഡലങ്ങളിലെ കലാസമിതികളുടെ സംഗമം കോസ്റ്റ് ഫോർഡ് ഹാളിൽ നടന്നു. ഡോക്ടർ D ഷീലയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംഗമത്തിൽ കേന്ദ്ര കലാസമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് VD പ്രേമപ്രസാദ്, ട്രഷറർ സുഭാഷ് പുഴയ്ക്കൽ, വൈസ് പ്രസിഡന്റ് PK കിട്ടൻ, ഡോക്ടർ KG വിശ്വനാഥൻ, PMM ഷെരീഫ്, സന്തോഷ് അരങ്ങത്ത്, ശശി പുളിക്കൽ എന്നിവർ സംസാരിച്ചു. തൃശൂർ നോർത്ത്, സൌത്ത്, ഒല്ലൂർ മണ്ഡലം ഭാരവാഹികളെ സംഗമം തെരഞ്ഞെടുത്തു. കേന്ദ്ര കലാസമിതിയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് 11,111 രൂപ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളിക്ക് കേന്ദ്ര കലാസമിതിയുടെ ഭാരവാഹികൾ കൈമാറി. സംഗീത നാടക അക്കാദമി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ MB ശുഭ, പ്രോഗ്രാം ഓഫീസർ PK അനിൽകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. മാരകരോഗത്തിന്റെ പിടിയിലായ ഒരു കുടുംബനാഥനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുന്നതിന് കയ്യും മെയ്യും മറന്ന് ഒന്നിക്കുകയാണ് അതിരപ്പള്ളിയിലെ ജനങ്ങൾ. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ 10ാമത്തെ ജീവകാരുണ്യ ദൌത്യമാണിത്. തലച്ചോറിൽ അർബുദബാധയുണ്ടായ വെറ്റിലപ്പാറയിലെ എടത്താടൻ ഉണ്ണികൃഷ്ണന്റെ ജീവൻ നിലനിർത്താനാണ് നാടാകെ ഒന്നിച്ചത്. വിനോദയാത്രികർ ഉൾപ്പെടെ നിരവധി പേരാണ് കാരുണ്യത്തിന്റെ ബക്കറ്റിലേക്ക് പണം നൽകുന്നത്. വെറ്റിലപ്പാറ 13-ലെ ഷാജി പാപ്പന്റെ തട്ടുകട കേന്ദ്രീകരിച്ചും ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെയും ചില്ലുപെട്ടികൾ നിരത്തിവെച്ചിട്ടുണ്ട്. ചായക്കുടി കഴിഞ്ഞ് ഇതിലേക്കിടുന്ന നോട്ടിന് ആരും ബാക്കി വാങ്ങാറില്ല. ഞായറാഴ്ചയിലെ പാലത്തിങ്കൽ ഷാജിയുടെ കടയിലെ എല്ലാ വരുമാനവും ചെന്നെത്തുന്നത് ഉണ്ണികൃഷ്ണന്റെ ചികിത്സാ നിധിയിലേക്കാണ്. സൗജന്യമായി കിട്ടിയ കാർഷിക വിളകൾ ലേലം ചെയ്തും വ്യാപാര സ്ഥാപനങ്ങളിൽ കയറിയും സംഭാവനകൾ ശേഖരിക്കും. ഒരു ഗ്രാമം മുഴുവൻ ഉണ്ണികൃഷ്ണന് വേണ്ടി രംഗത്തുണ്ടെന്ന് സുധേവൻ കണ്ണത്ത് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ ബ്രെയിൻ ട്യൂമറായിട്ട് അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ നിർധന കുടുംബത്തിൻ്റെ ഏക ആശ്രയം ഉണ്ണികൃഷ്ണൻ്റെ വരുമാനത്തിൽ ജീവിക്കുന്ന കുടുംബത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നിരിക്കുകയാണ്. ഒരു ഗ്രാമം മുഴുവൻ, അതിരപ്പള്ളിയിലെ മുഴുവൻ ആളുകളും അതിൽ ജാതി, മതം, രാഷ്ട്രീയം, നിറം, കൊടി ഒന്നുമില്ലാതെ ഇറങ്ങിക്കൊണ്ട് പണം സ്വരൂപിച്ച് ഉണ്ണികൃഷ്ണനെ എത്ര കണ്ട് നമുക്ക് സഹായിക്കാൻ കഴിയുന്നു അത്ര കണ്ട് സഹായിക്കാനുള്ള ഒരു ഉദ്യമത്തിന് വേണ്ടി ഇന്ന് കാലത്ത് മുതൽ ഇവിടെ ഈ പിരിവ് തുടങ്ങിയിരിക്കുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. അക്കിക്കാവ് എരുമപ്പെട്ടി റോഡിൽ PWD വിജിലൻസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഹൈടെക് രീതിയിൽ നിർമ്മിച്ച റോഡിന്റെ കേടുപാടുകൾ കണ്ടെത്തുവാനായിരുന്നു പരിശോധന. കഴിഞ്ഞ ദിവസം മുക്കിലപ്പിടിയ ഭാഗത്തും തിപ്പിലശ്ശേരി സെന്ററിലും വിള്ളൽ രൂപപ്പെട്ടിരുന്നു. റോഡിന് താഴെയുള്ള സ്വാശ്രയ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയതാണ് മുക്കിലപ്പിടിയിലെ റോഡ് തകർച്ചയ്ക്ക് കാരണം. 3 അടിയോളം വിസ്തൃതിയിൽ താഴ്ന്ന റോഡിൽ വിള്ളലും രൂപപ്പെട്ടിട്ടുണ്ട്. 14 കോടി രൂപ ചെലവിട്ട് 2 വർഷം മുൻപാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാൻ മാത്രം 3 കോടി രൂപ അധികം അനുവദിച്ചു. ജല അതോറിറ്റിയുടെ പണികൾ 2 വർഷത്തോളം നീണ്ടതോടെ 2020-ൽ പൂർത്തീകരിക്കേണ്ട പദ്ധതി 2022-ലാണ് പൂർത്തിയാക്കിയത്. 5 വർഷത്തേക്കാണ് പരിപാലന കരാർ. നിലവിലുണ്ടായിരുന്ന തകരാർ പരിഹരിക്കണമെങ്കിൽ റോഡ് വലിയ തോതിൽ പൊളിക്കേണ്ടി വരും. കാനയില്ലാത്ത ഭാഗത്ത് കാന പണിത് റോഡിലുണ്ടാകുന്ന വെള്ളക്കെട്ടും പരിഹരിക്കണം. ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് നൽകുമെന്ന് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ പറഞ്ഞു. മതിലകം ബാപ്പുട്ടി മുസ്ലിയാരുടെ 52ാം ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. രാവിലെ നടന്ന ചടങ്ങിൽ ഷംസുദ്ദീൻ മുസ്ലിയാർ കൊടിയേറ്റം നിർവഹിച്ചു. 27-ന് ആണ്ട് നേർച്ച ദിനത്തിൽ രാവിലെ 8 മണിക്ക് മൗലീദ് പാരായണം, 10 മണി മുതൽ 1 മണി വരെ നേർച്ച ഭക്ഷണ വിതരണം എന്നിവ ഉണ്ടായിരിക്കും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ഖത്തം ദുആയ്ക്ക് സൈഫുദ്ദീൻ തങ്ങൾ അൽ ബുഖാരി മൂവാറ്റുപുഴ നേതൃത്വം നൽകും.
കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായി സൌജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് UB മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ KR ദാസൻ, PK നന്ദനൻ, ബാബു പനക്കൽ, PC ജയപാലൻ, PM സുബ്രഹ്മണ്യൻ, ജീജ ശിവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശ്രീനഗർ അഷ്ടപതി തിയേറ്റേഴ്സിന്റെ 35ാമത് ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ചുള്ള സമ്മാന കൂപ്പൺ ഉദ്ഘാടനവും വിസ്മയ ചികിത്സാ ഫണ്ടിലേക്കുള്ള ധനസഹായ വിതരണവും നടന്നു. അഷ്ടപതി തിയേറ്റേഴ്സിൽ നടന്ന ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് MK സഹീർ അധ്യക്ഷത വഹിച്ചു. രാധിക മേനോൻ ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി. വിസ്മയ ചികിത്സാ സഹായനിധി ഭാരവാഹികളായ സജീവൻ വളർക്കുടി, രാജേഷ് വളർക്കുടി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. തിയേറ്റേഴ്സ് സെക്രട്ടറി PM മനീഷ്, ജോയിന്റ് സെക്രട്ടറി P സജീവ് എന്നിവർ സംസാരിച്ചു. KCYM കോട്ടപ്പുറം രൂപതാ സമിതിയുടെയും കൊടുങ്ങല്ലൂർ സെന്റ് തോമസ് ഇടവകയുടെയും സംയുക്താഭിമുഖ്യത്തിൽ രൂപതാ യുവജന സംഗമം സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ KCYM രൂപതാ പ്രസിഡന്റ് ജെൻസൺ ആൽബി പതാക ഉയർത്തി. കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബി കളത്തിൽ, കൊടുങ്ങല്ലൂർ സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് താണിയത്ത്, സഹവികാരി ഫാദർ എബനേസർ ആന്റണി കാട്ടിപ്പറമ്പിൽ, KCYM രൂപതാ ഡയറക്ടർ ഫാദർ നോയൽ കുരിശിങ്കൽ എന്നിവർ സംസാരിച്ചു. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് DYFI നിർമ്മിച്ചു നൽകുന്ന ഭവനങ്ങളുടെ നിർമ്മാണ ചെലവിലേക്ക് പണം സ്വരൂപിക്കുന്നതിന് എടത്തിരുത്തി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യമ്പടിയിൽ ചായക്കട നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം VV സുസ്മിത ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് PR അശ്വന്ത് അധ്യക്ഷത വഹിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി നസീബ്, വൈസ് പ്രസിഡന്റ് ആർദ്ര, CPM ലോക്കൽ കമ്മിറ്റി അംഗം ജാൻസി ജേക്കബ്, DYFI മേഖലാ സെക്രട്ടറി അജ്മൽ ബീരാൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6695 രൂപ, പവന് 53,560 രൂപ, വെള്ളി ഗ്രാമിന് 93 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3249 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ഇന്ന് അഷ്ടമി രോഹിണി. ആഘോഷ നിറവിൽ ഗുരുപവനപുരി. കണ്ണനെ കൺനിറയെ കാണാൻ ഭക്തലക്ഷങ്ങൾ ഇന്ന് ഗുരുവായൂരിലേക്ക്. കിണറുകളിൽ പെട്രോൾ കലർന്നുവെന്നാരോപിച്ച് നാട്ടുകാർ ചേർപ്പ് ചുവൂർ പെട്രോൾ പമ്പ് ഉപരോധിച്ചു. പമ്പിന് സമീപത്തെ 12 വീടുകളിലെ കിണറുകളിലാണ് പെട്രോൾ കലർന്ന് വെള്ളം ഉപയോഗശൂന്യമായത്. ചരിത്രപ്രസിദ്ധമായ വേലൂർ അർണോസ് പാതിരി ഭവനം നാശത്തിന്റെ വക്കിൽ. പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള ഭവനം സംരക്ഷിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം. ഉദ്ഘാടനം കഴിഞ്ഞ 6 മാസമായിട്ടും കടപ്പുറം ഗവൺമെന്റ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡ് തുറന്നു നൽകിയില്ല. അടഞ്ഞുകിടക്കുന്ന വാർഡിന് മുൻപിൽ റീത്ത് സമർപ്പിച്ച് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. നിർമ്മാണം പാതി വഴിയിൽ നിലച്ച മാളാപ്പൂപ്പത്തിയിലെ ഖാദി ഗ്രാമ വ്യവസായ കേന്ദ്രം കാടുകയറി നശിക്കുന്നു. കരാറുകാരന് പണം കിട്ടാതായതാണ് പ്രതിസന്ധിക്ക് കാരണം. ചൊക്കന കാരിക്കടവ് പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങിമരിച്ചു. കൊടാലി സ്വദേശി നസീബാണ് മരിച്ചത്. ഗുരുവായൂർ തൊഴിയൂരിൽ വീട്ടമ്മയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുറ്റിച്ചൂർ പാലത്തിൽ നിന്നും ചാടി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.